കർമ്മ ന്യൂസ് പുറത്തുവരുന്നു. മാലിദ്വീപിൽ ഇന്ത്യ വിരുദ്ധതയുടെ പേരിൽ 13 വയസ്സുകാരനെ ക്രൂരമായി കൊല ചെയ്ത സംഭവം പുറത്ത്. മാലിദ്വീപിൽ 13 വയസ്സുള്ള ഒരു കുട്ടി മരിച്ചത് ചികിത്സ നിഷേധിച്ചതിനാൽ. സംഭവം ഇങ്ങനെ: 13 വയസ്സുള്ള കുട്ടിക്ക് മാലദ്വീപിൻ്റെ വിദൂര ദ്വീപിൽ മസ്തിഷ്കാഘാതം ഉണ്ടാവുകയായിരുന്നു. ഷാഫ് അലിഫ് വില്ലിംഗയിലെ വിദൂര ദ്വീപായ വിൽമിംഗ്ടണിൽ നിന്നാണ് 13-കാരന് സ്ട്രോക്ക് ഉണ്ടായത്. വില്മിംഗ്ടണിൽ നിന്ന് മാലദ്വീപിൻ്റെ തലസ്ഥാനമായ മാലയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകുവാൻ എയർ ആംബുലൻസ് ഈ കുടുംബം അപേക്ഷിച്ചു. എന്നാൽ പോലീസിനോടും സർക്കാരിനോടും എയർ ആംബുലൻസ് അപേക്ഷ നടത്തി. മണിക്കൂറുകൾക്ക് ശേഷവും അവരുടെ കോളുകൾക്ക് പോലും അവർ മറുപടി കൊടുത്തില്ല, ഫോൺ പോലും അറ്റൻഡ് ചെയ്തില്ല. തുടർന്ന് മാലദ്വീപിൽ 20 വർഷത്തിലധികമായി അവിടുത്തെ ജനങ്ങളുടെ ഇത്തരം എമർജൻസി ആവശ്യങ്ങൾ നിറവേറ്റുകയും ചികിത്സാ സൗകര്യങ്ങൾക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്ററുകൾ ഉണ്ട്. അതുപോലെ തന്നെ 20 വർഷമായിട്ട് മാലദ്വീപിൽ സേവനം ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കലിൻ്റെ ആംബുലൻസ് ഉണ്ട്. ഇപ്പോൾ ആ കുടുംബത്തിന് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ ആംബുലൻസ് റെഡിയായി. എന്നാൽ പ്രസിഡന്റ് മുഹമ്മദ് മുർസു ഇതിന് അനുമതി നിഷേധിച്ചു. ഇന്ത്യയുടെ ആംബുലൻസോ ഇന്ത്യയുടെ ചെറുവിമാനങ്ങളോ ദ്വീപ സമൂഹത്തിൽ ഒരിടത്തും പറക്കുവാൻ പാടില്ല. അത് മാലദ്വീപ് സർക്കാരിൻ്റെ നിലപാടാണ്, അത് തീരുമാനം എടുത്ത കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഹെലികോപ്റ്ററിന് ഈ എയർ ആംബുലൻസ് ആയിട്ട് പ്രവർത്തിച്ച് ഈ കുട്ടിയെ വിദൂര ദ്വീപിൽ നിന്ന് മാലദ്വീപിൻ്റെ തലസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള അനുമതി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുർസു നിഷേധിക്കുകയായിരുന്നു. അങ്ങനെ മാലദ്വീപിൽ 13 വയസ്സുള്ള കുട്ടി മരിച്ചു. ചികിത്സ നൽകാതിരുന്നതാണ് കാലതാമസം. ഇത് മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. മെഡിക്കൽ ഒഴിപ്പിക്കലിനായി ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത് മാലദ്വീപ് സർക്കാർ കഴിഞ്ഞ ദിവസം മുതൽ നിരോധിച്ചിരുന്നു. എന്നാൽ ബദൽ സംവിധാനം മാലദ്വീപിൽ ഏർപ്പെടുത്തുവാൻ യാതൊരുവിധ സാമ്പത്തിക സന്നാഹങ്ങളോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളോ ചെറുവിമാനങ്ങളോ എയർ ആംബുലൻസുകളോ ഒന്നും മാലദ്വീപ് സർക്കാരിന് സ്വന്തമായില്ല. മാലദ്വീപ് സർക്കാർ ഇന്ത്യയുമായിട്ട് പിണങ്ങുന്നത് ചൈനയുമായിട്ടുള്ള ബന്ധത്തെ തുടർന്നാണ്. കഴിഞ്ഞ ദിവസം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുർസു ചൈനയിൽ പോയി ചൈനയിൽ നിന്ന് $130 മില്യൺ കൈപ്പറ്റുകയും അതിനുശേഷം മാലദ്വീപിൽ വന്ന് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ഏകദേശം 2 പതിറ്റാണ്ട് കാലത്തോളമായി മാലദ്വീപിൽ തുടരുന്ന ഇന്ത്യൻ സൈന്യത്തോട് പുറത്തു പോകുവാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. മാർച്ച് 15-നുള്ളിൽ ഇന്ത്യയുടെ എല്ലാ സൈന്യവും മാലദ്വീപിൽ നിന്ന് പുറത്തു പോകണം എന്നാണ്. മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രം എന്ന് ഇന്ത്യ മുതൽ ഓസ്ട്രേലിയ വരെ നീണ്ടുകിടക്കുന്ന വലിയ സമുദ്രത്തിന് ഇപ്പോൾ ഈ പ്രസിഡന്റ് മുഹമ്മദ് മുർസു പറയുന്നത് മഹാസമുദ്രം എന്നാണ്. ഇത് ഒരു രാജ്യത്തിൻ്റെ കുത്തകയല്ല, ഒരു രാജ്യത്തിൻ്റെയും പേരിൽ ഇതറിയപ്പെടുവാൻ പാടില്ല. അതുകൊണ്ട് ഇത് മഹാസമുദ്രമാണ്. അതിൽ നിന്ന് പോലും ഇന്ത്യ എന്ന പേര് പോലും ഉച്ചരിക്കുവാൻ ഈ മുഹമ്മദ് മുർസു എന്ന ഇപ്പോഴത്തെ മാലദ്വീപ് പ്രസിഡന്റിൻ്റെ യാഥാസ്ഥിതിക മനോഭാവങ്ങൾ അനുവദിക്കുന്നില്ല. അത്രമാത്രം ഇന്ത്യ വിരുദ്ധ മനോഭാവമാണ്. ഈ ഇന്ത്യ വിരുദ്ധ മനോഭാവമാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ ദാരുണമായിട്ടുള്ള മരണത്തിന് കാരണം. ഇതിനെ തുടർന്ന് വലിയ ജനരോഷം മാലദ്വീപിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. പ്രതിപക്ഷം മുഹമ്മദ് മുർസു പ്രസിഡന്റിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതുപോലെ കുട്ടിയുടെ ബന്ധുക്കളും കുടുംബവും നാട്ടുകാരുമെല്ലാം സർക്കാരിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇതൊരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം എന്നാണ്. 16 മണിക്കൂർ കാലതാമസത്തിന് ശേഷമാണ് ഷാഫ് അലിംഗ് വില്ലയിൽ നിന്ന് മാലദ്വീപിൻ്റെ തലസ്ഥാന ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോഴത്തേക്കും കുട്ടി മരണപ്പെട്ടിരുന്നു. പ്രാദേശിക മാധ്യമങ്ങൾ എല്ലാം തന്നെ ഇതിൻ്റെ വളരെ ദുഃഖകരമായിട്ടുള്ള വിവരണം കൊടുക്കുന്നുണ്ട്. ദുഃഖിതനായ പിതാവിൻ്റെയും നാട്ടുകാരുടെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ വിലാപങ്ങൾ ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പക്ഷാഘാതമുണ്ടായ ഉടനെ തന്നെ സാധാരണ ഈ ദ്വീപ സമൂഹങ്ങളിൽ അനുവർത്തിക്കുന്ന രീതിയിൽ ഇന്ത്യൻ ഹെലികോപ്റ്ററുകളും ഇന്ത്യയുടെ മെഡിക്കൽ ആംബുലൻസും ഉപയോഗിച്ചായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കുട്ടി ജീവിച്ചിരിക്കുമായിരുന്നു. അവനെ കൊണ്ടുപോകാൻ ഞങ്ങൾ ഇന്ത്യൻ ഏവിയേഷൻ അധികൃതരെ വിളിച്ചപ്പോൾ അവർ വരാമെന്ന് സമ്മതിച്ചതാണ്. പക്ഷേ പ്രസിഡന്റ് മുഹമ്മദ് മുർസു ഇന്ത്യയുടെ ഹെലികോപ്റ്ററുകളോ എയർ ആംബുലൻസോ മാലദ്വീപിൻ്റെ ആകാശത്തിന് പറക്കുവാൻ പാടില്ല എന്നാണ് കടുത്ത നിലപാട് സ്വീകരിച്ചത്. ഇതിനെ തുടർന്നാണ് കുട്ടി മരിച്ചത്. ഇപ്പോൾ പ്രസിഡന്റ് മുഹമ്മദ് മുർസുവിൻ്റെ ഇന്ത്യ വിരുദ്ധ നിലപാട് വലിയ തോതിൽ മാലദ്വീപിൽ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. ചൈന അവർക്ക് പറ്റിയ കൂട്ടുകെട്ടല്ല. ചൈനയ്ക്കെതിരായിട്ടുള്ള ജനവികാരം മാലദ്വീപിൽ ഉണ്ടാകുന്നു. ഇന്ത്യക്ക് അനുകൂലമായിട്ടും ഇന്ത്യൻ സൈന്യത്തിന് അനുകൂലമായിട്ടുമുള്ള ഒരു ജനവികാരം ഇപ്പോൾ മാലദ്വീപിൽ ഈ സംഭവത്തോടെ ഉണ്ടാവുകയാണ്.